ഹായ് ഹലോ എവരി വൺ, എല്ലാവർക്കും മാഷൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. അപ്പം അടുത്ത ദിവസം 2ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ഇംഗ്ലീഷാണ് എക്സാം വരുന്നത് അല്ലേ. അപ്പോൾ നമ്മളിതാ ഇംഗ്ലീഷിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം മക്കളെല്ലാവരും എക്സാമിന് വേണ്ടിയിട്ട് അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് കൂടി ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ എല്ലാവരും റെഡി ആണല്ലോ. നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് പോയാലോ. അതിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ മറ്റു കൂട്ടുകാർക്കൂടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുതേ. അതോടൊപ്പം കൂട്ടുകാർക്ക് 1 മുതൽ 4ാം ക്ലാസ് വരെയുള്ള ഇത്തരത്തിൽ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള സ്പെഷ്യൽ ക്ലാസ്സുകളും അതോടൊപ്പം തന്നെ നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകൾ ലഭിക്കാനായിട്ട് വെറും 89 രൂപയ്ക്ക് നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുത്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന 8589823710 എന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം നമുക്ക് 2ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഒന്നാമത്തെ മോഡൽ ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. നോക്കിക്കേ മക്കളെ, ആദ്യം നിങ്ങൾക്ക് അവിടെ ചെറിയൊരു സ്റ്റോറി വായിക്കാനായിട്ട് തന്നിട്ടുണ്ട്. എന്നിട്ട് അതും റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസുമാണ് തന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ സ്റ്റോറി നോക്കിക്കേ മക്കളെ. Chinnan the squirrel saw a red ball in the river. He wanted to take the ball from the river. Who will help me to take the ball? He thought. Then his friend Minnu, the elephant, came there. She took the ball from the river and gave it to Chinnan. ഹി ബിക്കെയിം ഹാപ്പി എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ എന്താണ് സ്റ്റോറി എന്ന് മനസ്സിലായോ? ആരാണ്? ചിന്നൻ ദ സ്ക്യൂരൽ അല്ലേ. സ്ക്യൂരലിനെ കുറിച്ചിട്ടാണ് ആ സ്റ്റോറി ഉള്ളത് അല്ലേ. എന്താണ് അവൻ്റെ പേര്? ചിന്നൻ എന്നാണ്. അപ്പോൾ അവൻ എന്ത് കണ്ടു എന്നാണ് പറഞ്ഞത്? സോ എ റെഡ് ബോൾ ഇൻ ദി റിവർ. റിവറിൽ അവൻ എന്ത് കണ്ടു? ഒരു റെഡ് ബോൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവൻ എന്ത് ചെയ്യണം? അത് എടുക്കണം അല്ലേ. അപ്പോൾ ആരാണ് എന്നെ ആ ബോൾ എടുക്കാൻ സഹായിക്കുക എന്ന് അവൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവൻ്റെ ഫ്രണ്ടായിട്ടുള്ള മിന്നു ദി എലഫൻ്റ് അല്ലേ, എലഫൻ്റാണ് വന്നിട്ടുള്ളത്. എന്നിട്ട് എന്ത് ചെയ്തു? അവന് ആ റിവറിൽ നിന്ന് ആ ഒരു ബോൾ എടുത്ത് കൊടുത്തു അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്ക്യൂരൽ, നമ്മുടെ ചിന്നൻ എന്തായി? ബിക്കെയിം ഹാപ്പി. അവന് ഒരുപാട് സന്തോഷമായി. ചിന്നൻ. ഓക്കെ, ഇനി നമുക്ക് താഴെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ഒരു സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യാനാണ്. നോക്കിക്കേ, എന്താണ്? ചിന്നൻ ഈസ് എ ഡാഷ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ചിന്നൻ എന്ന് പറഞ്ഞാൽ ആരായിരുന്നു മക്കളെ? യെസ്, ഒരു സ്ക്യൂരൽ ആയിരുന്നില്ലേ, ഒരു ഒണ്ണാനാണ്. അപ്പം മക്കൾ അവിടെ എന്ത് കൊടുക്കണം? യെസ്, സ്ക്യൂരൽ എന്ന് വേണം കൊടുക്കാനായിട്ട്. ആൻസർ ടീച്ചർ താഴെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ആൻസർ വരുന്നത്. എന്താണ്? ചിന്നൻ ഈസ് എ സ്ക്യൂരൽ. അടുത്ത നോക്കിക്കേ മക്കളെ. വാട്ട് ഡിഡ് ചിന്നൻ സീ ഇൻ ദി റിവർ? നമ്മുടെ ചിന്നന് റിവറിൽ എന്താണ് കണ്ടിട്ടുള്ളത്? ഓപ്ഷൻസ് തന്നിട്ടുണ്ട് കേട്ടോ നമുക്കവിടെ. എ ബോൾ, എ ബോക്സ്, എ ഫ്ലവർ. അതിലെന്താണ് മക്കളെ നമ്മുടെ ചിഹ്നം കണ്ടിട്ടുള്ളത്? യെസ്, എ ബോളാണ് അല്ലേ. ഒരു ബോളാണ് നമ്മുടെ ചിഹ്നൻ അവിടെ കണ്ടിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ മക്കളെ. ദി ബോൾ വാസ് ഡാഷ് ഇൻ കളർ അല്ലേ. ബോൾ വാസ് ഡാഷ് ഇൻ കളർ. അതായത് നമ്മുടെ ബോളിൻ്റെ കളർ എന്തായിരുന്നു മക്കളെ? യെസ്, ദ ബോൾ വാസ് റെഡ് ഇൻ കളർ അല്ലേ. ബോൾ റെഡ് കളറിലായിരുന്നു. അപ്പം ഇത്തരത്തിൽ മക്കൾക്ക് ഒരു സ്റ്റോറി തന്നുകൊണ്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അത് മക്കൾ നന്നായിട്ട് നോക്കുക. പിന്നെ നമുക്കതിൽ 4th ക്വസ്റ്റ്യൻ ഉള്ളത് കളർ ദി ബോൾ. അവിടെ നമുക്ക് ബോൾ തന്നിട്ടുണ്ട്. ആ ബോൾ എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്? കളർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരെന്ത് ചെയ്യുക? നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ബോളിന് നല്ല ഭംഗിയായിട്ട് എന്ത് ചെയ്യുക? നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ബോളിന് എന്ത് ചെയ്യുക? കളർ ചെയ്യുക കേട്ടോ. മിസ് ഇപ്പോൾ ഇവിടെ ജസ്റ്റ് വെറുതെ ഒന്ന് കൊടുത്തു എന്നേ ഉള്ളൂ. മക്കൾ നല്ല ഭംഗിയായിട്ട് കളറൊക്കെ ചെയ്യുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ റെഡ് കളറല്ലേ നമുക്ക് പറഞ്ഞിട്ടുള്ളത് അല്ലേ. റെഡ് ബോൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ആ ബോളിന് റെഡ് കളർ കൊടുക്കാനായിട്ട് മക്കൾ ശ്രദ്ധിക്കുക കേട്ടോ. നല്ല ഭംഗിയിൽ മുഴുവനായിട്ട് എന്ത് ചെയ്യണം? റെഡ് കളർ കൊടുക്കണം. ഓക്കെ മക്കളെ, അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ ചെയ്യുക കേട്ടോ. ഓക്കെ, ദെൻ നമുക്ക് 4th ക്വസ്റ്റ്യൻ നോക്കിക്കുക മക്കളെ. ഹൂ ഹെൽപ്ഡ് ചിന്നൻ ടിക്ക് ദി കറക്റ്റ് വൺ? ആരാണ് ചിന്നനെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്? താഴെ നമുക്ക് പിക്ചർ തന്നിട്ടുണ്ടല്ലേ. എലഫൻ്റ് ഉണ്ട്, ടോട്ടോയ്സ് ഉണ്ട്, ലയണിൻ്റെയും പിക്ചറാണ് തന്നിട്ടുള്ളത്. ആരായിരുന്നു മക്കളെ? യെസ്, നമ്മുടെ എലഫൻ്റ് ആയിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു കോളത്തിൽ മക്കൾ എന്ത് ചെയ്യണം? ടിക്ക് ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കുക മക്കളെ. ചിന്നൻ ഗോട്ട് ദി ബോൾ ഹി ബിക്കെയിം ഡാഷ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അതായത് നമ്മുടെ ചിന്നന് ബോൾ കിട്ടിയ സമയത്ത് അവൻ എന്തായി എന്നാണ് പറഞ്ഞിട്ടുള്ളത്? അവന് ഒരുപാട് സന്തോഷമായി എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പം ചിന്നൻ ഗോട്ട് ദി ബോൾ ഹി ബിക്കെയിം ഹാപ്പി എന്നാണ് മക്കൾ അവിടെ കൊടുക്കേണ്ടത് കേട്ടോ. അവനെന്തായി മക്കളെ? അവന് സന്തോഷമായി. അപ്പം ഇത്തരത്തിലുള്ള 5 ക്വസ്റ്റ്യനാണ് മക്കൾക്ക് സ്റ്റോറിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരിക കേട്ടോ. അപ്പോൾ ആ ഭാഗം നന്നായിട്ട് നോക്കുക. സ്റ്റോറിയിൽ തന്നെ ഉള്ളതാണ് എല്ലാ ചോദ്യത്തിനും ആൻസേഴ്സ്. അപ്പോൾ സ്റ്റോറി ഒരു 1-2 പ്രാവശ്യം മക്കൾ നന്നായിട്ട് വായിക്കുക കേട്ടോ.
അതിനുശേഷം മക്കൾ ആൻസർ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളും എന്ത് ചെയ്തേ, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അതോടൊപ്പം തന്നെ നമ്മുടെ 2ാം ക്ലാസ്സിലെ മിടുക്കന്മാരായിട്ടുള്ള കൂട്ടുകാരുടെ പേരൊക്കെ മിസ്സിന് അറിയണമെന്നുണ്ട്. മക്കൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പേരും അതുപോലെ തന്നെ നിങ്ങളുടെ വീടിരിക്കുന്ന സ്ഥലം ഏതാണ് എന്നുള്ളത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. നമ്മുടെ വീഡിയോക്ക് ഒത്തിരി ദൂരെയുള്ള കൂട്ടുകാരൊക്കെ കാണാറുണ്ട്. അപ്പം മക്കൾ ഏത് ജില്ലയിലാണ് എന്നുള്ളത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയണേ. ഓക്കെ മക്കളെ, ആക്ടിവിറ്റി 2 നോക്കിക്കേ, ഡിസ്ക്രിപ്ഷനാണ് കേട്ടോ. പിക്ചർ ഡിസ്ക്രിപ്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമ്മുടെ മുൻ വർഷങ്ങളിൽ കൂട്ടുകാർക്ക് ചോദിച്ചിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കുക മക്കളെ, സാം ആൻഡ് ലിസി വിസിറ്റഡ് ദി ചിൽഡ്രൻസ് പാരഡൈസ്, ഡിസ്ക്രൈബ് ദി പിക്ചർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ സാമും ലിസിയും എവിടെ പോയി മക്കളെ, ഒരു ചിൽഡ്രൻ പാരഡൈസിൽ പോയിട്ടോ. സാം ലിസി എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ പഴയ പാഠപുസ്തകത്തിലുള്ള ക്യാരക്ടേഴ്സായിരുന്നു സാമും ലിസിയൊക്കെ കേട്ടോ. അപ്പോൾ അവരെന്ത് ചെയ്യാണ്, ഒരു ചിൽഡ്രൻ പാരഡൈസ് വിസിറ്റ് ചെയ്യാനായിട്ട് പോയില്ലേ. അപ്പം ആ ഒരു പിക്ചർ മക്കൾക്ക് അവിടെ കാണാം. നോക്കിക്കുക മക്കളെ, പിക്ചറിൽ കാണുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അവിടെ ഒരുപാട് കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ പാരഡൈസിന് മുന്നിൽ ഏതോ 2 ആളുകൾ നിൽക്കുന്നുണ്ട് അല്ലേ. ഓക്കെ, അവരെന്തോ ഒരു സാധനം നമ്മുടെ ലിസിക്ക്, സാമിനും ലിസിക്കും എന്ത് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്, കുടിക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ. പിന്നെ നോക്കിക്കുക മക്കളെ, അവിടെ കുട്ടികളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ, ഊഞ്ഞാലാടി കളിക്കുന്നുണ്ട്, അതുപോലെ തന്നെ വള്ളിച്ചാട്ടം ചാടി കളിക്കുന്നുണ്ട് അല്ലേ. സ്കിപ്പിംഗ് റോപ്പൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ ഒരു കുട്ടി ഇരുന്നിട്ട് പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നില്ല. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്കവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ മക്കളെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, അതിനെക്കുറിച്ചിട്ട് ആ പിക്ചറിനെ കുറിച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതണം. ഓക്കെ മക്കളെ, അപ്പം മിസ് അതിലുള്ള പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നോക്കിക്കേ, സാം ആൻഡ് ലിസി ആർ സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് ദി ചിൽഡ്രൻസ് പാരഡൈസ് അല്ലേ. ചിൽഡ്രൻ പാരഡൈസിന് മുന്നിലാണ് സാമും ലിസിയൊക്കെ നിൽക്കുന്നത്. എ ഗേൾ ഈസ് സ്കിപ്പിംഗ് റോപ്പ് ഹാപ്പിലി അല്ലേ. അതായത് ഒരു ഗേൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ നല്ല സന്തോഷത്തോടു കൂടിയിട്ട് വള്ളിച്ചാട്ടം ചാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇൻ ദി ബാക്ക്ഗ്രൗണ്ട് 2 ചിൽഡ്രൻസ് ആർ സ്വിങ്ങിങ് ഓൺ എ സ്വിങ് സെറ്റ് അണ്ടർ ആൻ അംബർല അല്ലേ. അവിടെ തന്നെ 2 കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, ഊഞ്ഞാലാടി കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. ഓക്കെ, ദെൻ പിന്നെ അനദർ പേഴ്സൺ ഈസ് സിറ്റിംഗ് ഡൗൺ നിയർ ദി സ്വിങ്ങിങ് ഏരിയ. അവിടെ ആ ഒരു സിംഗിങ് ഏരിയയിൽ മറ്റൊരാൾ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിക്ചർ നമുക്ക് കറക്റ്റായിട്ട് അവിടെ തന്നിട്ടില്ല, ഒന്ന് കുറച്ചുകൂടി ക്ലിയർ ആവാനുണ്ട് കേട്ടോ. നോക്കിക്കേ, ദെൻ സാം ആൻഡ് ലിസി ആർ ടോക്കിംഗ് ടു എ മാൻ ആൻഡ് എ വുമൺ അല്ലേ. നമ്മുടെ സാമും ലിസി എന്ത് ചെയ്യാണ്, ആ ഒരു ആളോടും അതുപോലെ തന്നെ ആ ഒരു വുമണിനോടും അല്ലെ, സ്ത്രീയോടും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ എഴുതാം അല്ലെ. ആ ഒരു പിക്ചർ വലിയൊരു ബിഗ് ട്രീ ഉണ്ട്, അത് നിങ്ങൾക്ക് എഴുതാം. കുറേ ഫ്ലവേഴ്സ് ഉണ്ട്, ഒരു ഗാർഡനൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് പറ്റും. ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഉൾപ്പെടുത്താം കേട്ടോ. ഇനി ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ പ്രയാസമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ജസ്റ്റ് ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ പിക്ചർ എന്നല്ലേ, ദിസ് ഈസ് എ പിക്ചർ ഓഫ് എ ചിൽഡ്രൻസ് പാരഡൈസ് എന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് ഇൻ ദിസ് പിക്ചർ ദർ ഈസ് എ വുമൺ ആൻഡ് എ മാൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആദ്യത്തെ ഒരു സെൻറ്റൻസ് എഴുതാം. പിന്നെ നമുക്ക് ആ കുട്ടികൾ റോപ്പ് ചാടി കളിക്കുന്നില്ലേ, ആ കാര്യം അങ്ങനെ കുഞ്ഞു മക്കൾക്ക് പറ്റുന്ന രീതിയിൽ കുഞ്ഞു സെൻറ്റൻസ് ആക്കിയിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഓക്കെ മക്കളെ, ഇനി ടീച്ചർ ഞങ്ങൾക്ക് ഇത് കഴിഞ്ഞതിന് ശേഷം ഒരു റെക്കോർഡ് ക്ലാസ് കൂടി ഇടും. അപ്പോൾ അതിൽ മക്കൾ കൂടുതൽ ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. ഡിസ്ക്രിപ്ഷൻ എങ്ങനെ വളരെ സിമ്പിളായിട്ട് എഴുതാമെന്നുള്ള കാര്യങ്ങളോട് മിസ് അതിൽ പറയൂ കേട്ടോ. ഓക്കെ മക്കളെ, ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് മിസ് അതിൽ ഉൾപ്പെടുത്തിയതാണ്. ദെൻ നെക്സ്റ്റ് വൺ നോക്കിക്കേ മക്കളെ, ഒരു ക്രോസ് വേർഡ് പസിലാണ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മക്കൾക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. നോക്കിക്കേ, റീഡ് ദി റിഡിൽ ആൻഡ് കംപ്ലീറ്റ് ദി ക്രോസ് വേർഡ് പസിൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം കുറച്ച് ആനിമൽസിനും അതുപോലെ തന്നെ അവരുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ തന്നുകൊണ്ടുള്ള ഒരു ക്രോസ് വേർഡ് പസിലാണ് നമുക്ക് അവിടെ ഉള്ളത് കേട്ടോ. ഫസ്റ്റ് ക്ലൂ നോക്കിക്കേ, ഐ ആം എ പെറ്റ് ഐ ക്യാൻ മ്യാവ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഞാനൊരു പെറ്റാണ്, എനിക്ക് മ്യാവ് എന്ന് പറയാൻ പറ്റും. വളരെ സിമ്പിളാണല്ലേ, നമുക്കറിയാം എന്താണ് ആൻസർ വരുന്നത്. സൗണ്ട് കേട്ടാൽ തന്നെ നമുക്കറിയാം ക്യാറ്റാണ് ആൻസർ വരുന്നത്. ദെൻ നെക്സ്റ്റ്, ഐ ക്യാൻ റൺ ഫാസ്റ്റ് ഐ ക്യാൻ നൈ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ സൗണ്ട് ആരതാണ് മക്കളെ, മൂന്നാമത്തതാണ് കേട്ടോ. അപ്പോൾ ആരതാണ്, ഹോസിൻ്റെ സൗണ്ടിന് നമ്മൾ നൈ എന്ന് പറയാം അല്ലേ. ദെൻ അടുത്തത് നോക്കിയേ, ഫോർത്ത് വൺ ആണ്, ഐ ഹാവ് ലോങ് ഇയേഴ്സ് ഐ ലൈക്ക് ക്യാരറ്റ്സ് എന്നാണ് പറയുന്നത്. എനിക്ക് നല്ല നീളമുള്ള ചെവികളുണ്ട്, എനിക്ക് ക്യാരറ്റ്സ് ഇഷ്ടമാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ക്യാരറ്റ് ഇഷ്ടപ്പെട്ട ഒരേ ഒരാളെയാണ് നമുക്കറിയില്ല, ആരാണ്, നമ്മുടെ റാബിറ്റ്. അപ്പോൾ അത് എഴുതാതെ നെക്സ്റ്റ് നോക്കിക്കാൻ മക്കളെ, ഐ ക്യാൻ റോർ ഐ ഹാവ് സ്ട്രിപ്സ് ഓൺ മൈ ബോഡിയിൽ. ഐ ക്യാൻ റോർ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ആൻസർ കിട്ടും. ആരാണ് മക്കളെ, നോക്കിക്കേ, ടൈഗറാണ് ആൻസർ വരുന്നത് കേട്ടോ. ടീയിലാണ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് ടൈഗറാണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് വൺ നോക്കിക്കുക മക്കളെ, ഫിഫ്ത്ത് വൺ, ഐ ക്യാൻ ക്ലൈംബ് ഓൺ ട്രീസ് ഐ ലൈക്ക് ഹണി അല്ലേ. എനിക്ക് മരത്തിൽ കയറാനായിട്ട് പറ്റും, എനിക്ക് ഹണി ഇഷ്ടമാണ്. ആരാണത്, ബെയറാണ് അല്ലേ. അപ്പം അത്തരത്തിലാണ് ആൻസർ വരിക. മക്കൾ എന്ത് ചെയ്യാം,
കറക്റ്റായിട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നമുക്ക് ആഡ് മോർ ലൈൻസ് എന്നുള്ള ഒരു ക്വസ്റ്റ്യനാണ് വരുന്നത് കേട്ടോ. നോക്കിക്കേ മക്കളെ, അവിടെ കുറച്ച് ഫ്രൂട്ട്സിനെയൊക്കെ കുറിച്ചിട്ടാണ് അവിടെ നമുക്ക് ആഡ് മോർ ലൈൻ വന്നിട്ടുള്ളത്. നോക്കൂ, ഹോ ഇറ്റ്സ് എ ചെറി, റെഡ് ചെറി, സ്വീറ്റ് റെഡ് ചെറി, യം ചെറി അല്ലേ. ചെറിയെ കുറിച്ചിട്ടാണ് ആദ്യം നമുക്ക് തന്നിട്ടുള്ളത് അല്ലേ. എന്താണ്? ഹോ ഇറ്റ്സ് എ ചെറി, റെഡ് ചെറി, സ്വീറ്റ് റെഡ് ചെറി, യം ചെറി. അതുപോലെ തന്നെ മാംഗോയെക്കുറിച്ച് പറഞ്ഞാൽ നോക്കിക്കേ, ഹോ ഇറ്റ്സ് എ മാംഗോ, യെല്ലോ മാംഗോ, സ്വീറ്റ് യെല്ലോ മാംഗോ, യം മാംഗോ. ഇനി നമുക്ക് അവിടെ തന്നിട്ടുള്ള ആപ്പിൾ ഉണ്ട്, അതുപോലെ തന്നെ പേരൊക്കെയാണുള്ളത് അല്ലേ. അതിലേതെങ്കിലും ഒന്നിനെ കുറിച്ചിട്ട് മക്കളെടുത്ത് അതിലേക്ക് ഇത്തരത്തിൽ 4 വരികൾ ചേർത്തേതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സുഖമല്ലേ മക്കളെ, നമുക്ക് എന്ത് ചെയ്യാം, ആദ്യത്തേത് എന്താണ് പറയുക, ഹോ ഇറ്റ്സ് എ മാംഗോ എന്നുള്ളിടത്ത് മാറ്റിയിട്ട് ആപ്പിൾ ആണെങ്കിൽ ആപ്പിൾ എന്ന് പേര് കൊടുക്കുക. ദെൻ നെക്സ്റ്റ് നമുക്ക് അതിൻ്റെ കളറാണ് തന്നിട്ടുള്ളത് അല്ലേ, യെല്ലോ മാംഗോ എന്നാണ് തന്നിട്ടുള്ളത്. നമുക്ക് അവിടെ എന്ത് എഴുതാം, റെഡ് മാംഗോ ആപ്പിൾ എന്ന് എഴുതാം അല്ലേ. ഞാൻ നെക്സ്റ്റ് നോക്കിക്കുക മക്കളെ, സ്വീറ്റ് യെല്ലോ മാംഗോ എന്നാണ് പറഞ്ഞത്, നമുക്ക് സ്വീറ്റ് റെഡ് ആപ്പിൾ എന്ന് കൊടുക്കുക അല്ലേ. ദെൻ യം മാംഗോ എന്നുള്ളിടത്ത് നമുക്ക് യം ആപ്പിൾ എന്ന് കൊടുക്കുക അല്ലേ. അപ്പോൾ അത്തരത്തിലാണ് മക്കൾ ആ ഒരു വരി കംപ്ലീറ്റ് ചെയ്യേണ്ടത് കേട്ടോ. നോക്കിക്കുക മക്കളെ, ഹോ ഇറ്റ്സ് ആൻ ആപ്പിൾ, റെഡ് ആപ്പിൾ, സ്വീറ്റ് റെഡ് ആപ്പിൾ, യം ആപ്പിൾ എന്നാണ് അവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം മക്കൾ അത്തരത്തിൽ അവിടേക്ക് വരികൾ ചേർക്കാവുന്നതാണ്. ഓക്കെ മക്കളെ, നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കിക്കേ, റൈറ്റ് 5 ഫുഡ് ഹാബിറ്റ്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഏതെങ്കിലും 5 ഫുഡ് ഹാബിറ്റ്സ് എഴുതാനാണ്. ഫസ്റ്റ് വൺ നോക്കിക്കേ, വാഷ് യുവർ ഹാൻഡ്സ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫുഡ് അല്ലേ. ഭക്ഷണം കഴിക്കുന്നതിന് മുന്നും അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്നതിന് ശേഷവും എന്ത് ചെയ്യണം, കൈകൾ കഴുകണം. ഈറ്റ് വിത്ത് റൈറ്റ് ഹാൻഡ് അല്ലേ, വലത് കൈ ഉപയോഗിച്ച് ഭക്ഷണം കഴിക്കുക. ഡോണ്ട് വേസ്റ്റ് ദി ഫുഡ് അല്ലേ, ഫുഡ് വേസ്റ്റ് ചെയ്യാൻ പാടില്ല. വാഷ് ദി പ്ലേറ്റ് ആഫ്റ്റർ ഈറ്റിംഗ് അല്ലേ, ഭക്ഷണം കഴിച്ചതിന് ശേഷം എന്ത് ചെയ്യണം, പാത്രങ്ങളൊക്കെ കഴുകണം. വാഷ് ഫ്രൂട്ട്സ് ബിഫോർ ഈറ്റിംഗ് അല്ലേ, നമ്മൾ ഫ്രൂട്ട്സൊക്കെ കഴിക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഫ്രൂട്ട്സോ വെജിറ്റബിൾസൊക്കെ കഴിക്കുന്നതിന് മുന്നേ എന്ത് ചെയ്യണം, അത് നന്നായിട്ട് കഴുകണം. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഫുഡ് ഹാബിറ്റ്സ് ആണല്ലേ. അപ്പോൾ അതിനെക്കുറിച്ച് മക്കൾ അറിഞ്ഞിരിക്കണം കേട്ടോ. ഓക്കെ മക്കൾ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് വൈകിട്ടുള്ള ക്ലാസ്സിൽ, വീഡിയോ ക്ലാസ്സിൽ കൂടുതൽ കാര്യങ്ങളോട് മിസ്സ് പറയൂ കേട്ടോ. അപ്പോൾ എല്ലാ മക്കളും നന്നായിട്ട് തന്നെ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഓൾ ദി ബെസ്റ്റ്. പിന്നെ നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുത്ത് ജോയിൻ താല്പര്യമുള്ള കൂട്ടുകാരുടെ പെട്ടെന്ന് തന്നെ മെമ്പർഷിപ്പ് എടുത്ത് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ മക്കളെ, മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.